നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 29-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. നോമ്പ് എന്നാൽ അർത്ഥമാക്കുന്നത് നോവിനോട് അൻപുള്ളവൻ എന്നതാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ക്രൂശിൻ്റെ നോവിനെ അൻപോടുകൂടെ ഏറ്റെടുത്ത ക്രിസ്തുവിനെ പോലെ അനുഗാമികളായ നമുക്കും ലോകത്തിൻ്റെ സൗഖ്യത്തിനായി ക്രൂശ അനുഭവങ്ങളെ അൻപോടെ ഏറ്റെടുക്കുവാൻ സാധിക്കണം. ഇന്നത്തെ ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യമായി 13-ാം വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ജീവിതങ്ങളെ നിവർത്തുന്ന ദൈവം എന്നതാണ് ഇന്നത്തെ പ്രധാന ചിന്താവിഷയം. 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന കൂനിയായ ഒരു സ്ത്രീക്ക് ക്രിസ്തുവിനാൽ സൗഖ്യം ലഭിക്കുന്നതാണ് സന്ദർഭം. ചുറ്റുപാടുകളിലേക്കും ഉയരങ്ങളിലേക്കും നോക്കുവാൻ സാധ്യമാകാതെ നിലത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. ക്രിസ്തു ഉപദേശിച്ചു കൊണ്ടിരുന്ന പള്ളിയിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നു. വളരെയധികം തിരക്കുള്ള ആ സിനഗോഗിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഈ സ്ത്രീയെ ക്രിസ്തു ശ്രദ്ധിക്കുന്നു. അവളെ അടുക്കൽ വിളിക്കുന്നു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈ വയ്ക്കുന്നു. പ്രിയരെ, നമ്മിൽ പലരിലും നമ്മുടെ ചുറ്റുപാടിലുള്ളവരിലും ജീവിതത്തിൻ്റെ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളാലും പ്രതിസന്ധികളാലും ഉയരങ്ങളിലേക്കും മുമ്പോട്ടും നോക്കി യാത്ര ചെയ്യുവാൻ സാധ്യമാകാതെ കൂന് ബാധിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം കണ്ട് പേര് ചൊല്ലി അടുക്കൽ വിളിച്ച് പ്രതിസന്ധിയും വെല്ലുവിളിയും എന്ന കെട്ടുപാടുകളെ അഴിച്ച് വിടുതൽ നൽകി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മ ശക്തി ലഭ്യമാക്കുന്ന അവസരം നമുക്കുണ്ട്. ഈ നോമ്പിൻ്റെ കാലയളവിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമുക്കും വരാം. നിവർന്നു നിൽക്കാൻ സാധ്യമാകാത്ത ഏത് ജീവിത സാഹചര്യമായാലും അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവം നിന്നെ കണ്ട് അരികെ വിളിച്ച് വിടുതൽ നൽകി നിവർന്ന് മുന്നോട്ട് ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ സഹായിക്കുന്നു. അങ്ങനെ ജീവിതം ഒരു ആഘോഷമായി മാറണം. ഈ കൂനിയായ സ്ത്രീ ക്ഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതങ്ങളെയും കെട്ടുപാടുകളിൽ നിന്ന് വിമോചനം പ്രാപിക്കുമ്പോൾ അതിൽ നിന്നുള്ള സൗഖ്യാനുഭവങ്ങളിൽ ക്ഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം. വിമോചകൻ മോചനം നൽകുമ്പോൾ മഹത്വീകരണം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് സംഭവിച്ച് നമ്മുടെ സാക്ഷ്യം അനേകർക്ക് വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ വിളിക്കുമ്പോൾ അവനിലേക്ക് ചേർന്ന് വരണം. അവൻ നിവർത്തി നിർത്തുമ്പോൾ അവന് വേണ്ടി നിവർന്നു നിൽക്കുവാൻ ഇടയാകണം. അവൻ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മ പ്രേരണ നൽകുമ്പോൾ ക്രൂശിൻ്റെ വഴി നാം പിന്തുടരണം. അതിന് ത്രിയേക ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിലും നിവർന്നു നിൽക്കുവാൻ സാധ്യമാകാതെ വരുന്ന സന്ദർഭങ്ങളിലും ഞങ്ങളെ അവിടുത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്നാൽ നിവർന്നു നിൽക്കുവാനും ക്രൂശിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സഹോദരങ്ങൾക്ക് വിടുതലാകുന്ന ജീവിതം കാഴ്ചവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.